പൈസ വേണടോ, ജീവിക്കാൻ പൈസ വേണം. പൈസ ഇല്ലാണ്ട് എന്ത് ഇത്? അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വന്നിട്ടായാലും തോന്നിയവാസങ്ങൾ പറയുക. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കുഴപ്പമില്ല, ഇതങ്ങ് പുഴുവരിച്ചു പോകുന്ന ശരീരമല്ലേ, അതുകൊണ്ട് ആര് വേണമെങ്കിലും കണ്ടോട്ടെ, ആര് വേണമെങ്കിലും കേട്ടോട്ടെ എന്നാണ് ചിലരുടെ ലൈന് എന്ന് പറഞ്ഞാൽ. അവർക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇന്നലെ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത് അത് 4ാമത്തെ കല്യാണം കാറ്റാണ്, ഞാൻ 5ാമതും ഗർഭിണിയാണ് എന്നൊക്കെയാണ് വന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കുറേ കാലമായിട്ട് എന്നാൽ നാജില്ല അങ്ങനെ ഞാൻ പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർക്കാണെങ്കിൽ മുടിഞ്ഞ വ്യൂസ് ആടേറ്റ് ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ രസമാണെന്ന്. എന്തൊരു ആരാധകരാണ്, എൻ്റെ മോനെ പെറ്റ തള്ള സഹിക്കത്തില്ല, അത്രയും ആരാധകരാണ്. ചേച്ചി നിങ്ങൾ മുത്താണ്, നിങ്ങൾ ഈ സത്താണ്, നിങ്ങൾ കൊത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കമൻറ്റുകൾ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പിന്നെ അവരെല്ലാം പറയില്ലേ. അതായത് പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, ബെഡ്റൂമിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വള്ളി പുള്ളി വിടാതെ ലൈവിൽ വന്ന് മാളോരെ ഇങ്ങനെ കേൾപ്പിച്ചു കൊണ്ടിരിക്കും. അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴെന്താ പറയുന്നതെന്നറിയാം, ഈ ഭർത്താവ് എന്നെ വിട്ടേച്ച് പോയി, എൻ്റെ മോനെയായിരുന്നു പള്ളയിലാണെങ്കിലും ഉണ്ട് താൻ ഇതെന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഒരു വീഡിയോ ചെയ്തിരിക്കുക. എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. അതായത് ഒന്നിക്കെ കല്യാണം കഴിച്ചിട്ട് ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഐറ്റങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചിങ്ങനെ നടക്കുക. അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാകുന്നല്ലാതെ ഐറ്റങ്ങൾക്ക് ഒരു മനസമാധാനമോ ഇല്ലെങ്കിൽ ഒരു വിലയോ സമൂഹത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനെന്തിനാ കുഴിയിൽ നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. കാരണം ആ സ്ത്രീ കുഴിയിൽ ഇപ്പോൾ വീണിരിക്കുക. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരെ മേലെ കയറി വരാം. കാരണം ഞാൻ കുഴിയിൽ വീണിട്ടില്ല. വീഴുമ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. കുഴിയിൽ വീണാൽ ഇതുപോലെയാണ്, നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരും, നമുക്ക് നേരെ നിൽക്കാൻ പറ്റൂല. അതുപോലെ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് നമ്മളെ നേരെ നിൽക്കാനുള്ള ഒരു നട്ടെല്ലാണ് നമുക്ക് തരുന്നത്. അല്ലാതെ നമ്മൾ കുഴിയിലേക്കാണെങ്കിൽ നമ്മുടെ പുറകെ വരുന്നവരെല്ലാം കുഴിയിലേക്കായി പോകും. അത് തന്നെയാണ് ആ മക്കൾക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പരിഹാസം ഉണ്ടാകും. നിൻ്റെ ഉമ്മയല്ലടാ എല്ലാ കാര്യങ്ങളും പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ഇതല്ലടാ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതിറ്റങ്ങൾ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ക്രിമിനലുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ആയി തീരുവ ചെയ്യുക. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. മലയാളികളുടെ ഒടുക്കത്തെ ഇതാ നടന്ന്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്നലെ ഇപ്പം കണ്ടായിരുന്നു, മറ്റേ ശബരിമലയിലേക്ക് വന്ന രണ്ടെണ്ണമില്ലേ ോട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നായിരുന്നു, ഡാൻസ് ആയിരുന്നു. ഏതോ ഒരു സ്ഥലത്താണ്, നാടില്ല ആൾക്കൊന്നും അറിയില്ല. അപ്പോൾ ആടില്ല ആൾക്ക് നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാണകവെള്ളം മുക്കിയിട്ട് ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയോ എടുത്തിട്ട് ഇങ്ങനെ ആ ഡാൻസ് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? ശബരിമലയിലിപ്പാ അന്ന് കയറിയിട്ടില്ലേ? അന്ന് കയറിയ പെണ്ണില്ലേന്ന് അതന്നെ ആ പുറത്ത് മോനെ കൊണ്ട് ചിത്രം പറപ്പിക്കുന്നത് ഉടുക്കാണ്ട് കിടന്നിട്ട് അതന്നെ അങ്ങനെയൊക്കെയാണ് ഈ ഇരുങ്ങൾ എന്ന് വെച്ചാൽ ചില ടീമുകളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഇൻ്റർവ്യൂകളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാകാൻ വേണ്ടിയിട്ടാണോ, ഇനി കൂടുതൽ വ്യൂസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. എല്ലാ അപരാധങ്ങളും ഇപ്പോഴും യൂട്യൂബിലേക്ക് കയറി വരും. അത് തെച്ച അപരാധങ്ങൾ ഇപ്പോൾ മലയാളത്തിലുമാണ്. ഇപ്പോൾ സത്യം പറയാം, തമിഴ്നാട്ടിൽ പോലും ഈ പ്രശ്നമില്ല. തമിഴ്നാട്ടിലില്ല, അല്ലെങ്കിൽ കർണാടകയിലില്ല, ഹിന്ദിക്കാർക്കില്ല. ഈ മലയാളികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഒരു സംഭവം. കാരണം യൂട്യൂബിൽ എന്തിട്ട് കഴിഞ്ഞാലും പൈസ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇവരെന്താ ചെയ്യാറ്, കുടുംബ ചരിത്രങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ ഉണ്ടാക്കുക. കാരണം കുട്ടികൾ ഉണ്ടാക്കുന്നതെല്ലാം മരണ മാർക്കറ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായ മറ്റേ സാധനം ടെസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ ഇങ്ങനെ കിട്ടുമായിരുന്നു വ്യൂസ്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് 10 വയസ്സാകുന്നവരെയും വ്യൂസാണ്. കാരണം 6 വയസ്സ് 7 വയസ്സായി കഴിഞ്ഞാൽ ഇനി സ്കൂളിലൊന്നും വിടൂല. എന്തായിരുന്നു അറിയാം, അന്നേരം പാലെങ്കിൽ ഇങ്ങനെ കോരിക്കൊടുത്ത് മോനെ നിലം വലിച്ചിട്ട് 2 ഇതെല്ലാം ആക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ചോറ് കൊടുത്തു. അതിൽ ബില്ലാൾ വരെയുണ്ട്. നമ്മുടെ പ്രമുഖ നടനില്ലേ എന്നാന്ന് ഇതിനിടയ്ക്ക് മറ്റേ കുറേ ആൾക്കാർ എന്തോ പൈസ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മറ്റേ പൈസ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ നടി മറ്റേ എന്താ പറയണ്ട ഇപ്പോൾ മറന്നുപോയായിരുന്നു പേരായിരുന്നു, നമ്മളെ കൃഷ്ണൻ്റെ മോളില്ലേ അതും അങ്ങനെയാ. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാണിക്കൽ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മുടെ മലയാളത്തിൽ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ടീമുണ്ട്. അപ്പോൾ ഇന്നലെ ഒരുത്തി വന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് വിട്ടേച്ച് പോയി ആയിരുന്നു, ഞാനാണെങ്കിൽ ഇതുവാന്ന് എന്ത് ചെയ്യാനാന്ന് പോകാൻ ഇതന്നെ ഇനി ചെയ്യാന്ന്. ഇതൊന്നും ആലോചിച്ചില്ലേ ആദ്യം? അല്ല അതല്ല, ഞാൻ ഇതൊക്കെ എന്തിനാണ് ഈ വന്ന് യൂട്യൂബിൽ ഇങ്ങനെ വിളമ്പുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല ഇതൊക്കെ എന്തിനാ ഈ നാട്ടുകാരോട് മുഴുവൻ പറയുന്നത്? ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശല്യമായി മാറിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് എന്താ പറയുക, സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയില്ല. തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ രേണു സുധി, അതുപോലെ തന്നെ ഒരു സൈഡിലാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ. അല്ല എന്തോന്നടേ ഇത് സോഷ്യൽ മീഡിയക്ക് ഭ്രാന്ത് പിടിച്ചാന്നല്ല, മലയാളികൾക്ക് ഭ്രാന്ത് പിടിച്ചാണോ? വേറെ ഒരു കാര്യം ഞാൻ പറയട്ടാ, ഏറ്റവും കൂടുതൽ ഞരമ്പന്മാരുള്ളതെന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെയാണ്. അത് നോക്കണമെങ്കിൽ നിങ്ങൾ രാത്രി കാലങ്ങളിലെ ലൈവിൽ പോയാൽ മതി. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഗൾഫ് ടീമുകൾ അവർക്ക് ആകെയുള്ളൊരു ടൈം പാസ് ഇതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ താത്തേൻ്റെ കുറേ നാളായിരുന്നു, കുറേ വീഡിയോസ് ഉണ്ട്. ഇതിന് മുമ്പേ എന്തെല്ലോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ഇതായിട്ട് അഭിനയിക്കുക. ആദ്യം അങ്ങനെയാണ്, പാവപ്പെട്ട ഒന്നുമില്ലാതെ. അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിയ കൊട്ടാരം പോലത്തെ വീടെല്ലാം ഉണ്ടാവും അപ്പുറത്ത് കെട്ടിയിട്ടിട്ട്, എന്നാലും ഒന്നുമില്ലാതെ ഓല കുടിലൊക്കെ വന്നിട്ടാണ് എല്ലാവരും വീഡിയോ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൽ അതാ ട്രെൻഡ്. എന്താ വെച്ചാൽ വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂസ് നോക്കുമ്പോൾ 400 രൂപ 500 രൂപ, അതിൻ്റെ അകത്ത് തന്നെ നല്ലൊരു വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ടാകും. ഇതൊന്നും ഇല്ലായിട്ടാണ് ഇവർ പോയിട്ട് എന്ന് പറഞ്ഞാൽ ചോരുന്നതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ പാവങ്ങളാണ്. കാരണം എന്താ അറിയുക, ബില്ല വീട്ടിൽ പോയി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വീടെല്ലാകുമ്പോൾ അയ്യോ പാവം ചേച്ചി അക്കൗണ്ട് നമ്പർ തരൂ ചേച്ചി, അയ്യോ ചേച്ചി ആ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ കുറച്ച് പൈസ അയക്കാൻ ചേച്ചി, അയ്യോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ. അപ്പോഴേക്ക് ആങ്ങളമാരുടെ പ്രളയം, പെങ്ങന്മാരുടെ പ്രളയം ഒന്നും പറയണ്ട, എല്ലാവരും വന്നിട്ട് കുറേ പൈസയും കൊടുക്കും. ആഹാ ഇതെന്നെ സുഖാർന്ന്. അതുപോലെ തന്നെ ഇപ്പം പുതിയൊരു പരിപാടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ പൈസ കൊടുത്ത് മേടിക്കണം. അങ്ങനെയുള്ള പുതിയ പരിപാടി ഉണ്ട്. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ഞാൻ പലതും കാണിച്ചു തരും. വേണമെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല കേട്ടാ, ആ രഹസ്യമായിട്ട് കാണിച്ചു തരുന്ന പരിപാടിയുണ്ട്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും യൂട്യൂബിലിടുന്ന കുറേ ടീമുകളുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാം, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പല ഉടായ്പകളുണ്ട് ഇതിൻ്റെ അകത്ത്. കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ വരെ എന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ വല്ലവൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ അവിഹിതം എന്ന് പറയുന്ന സംഭവം പോലും ഒപ്പിയെടുത്ത് അതുപോലെ യൂട്യൂബിൽ കണ്ടന്റ് ആക്കുന്ന ചില ക്രിയേറ്റർമാർ വരെയുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. ഇതിനിടക്കാതെ ഒരുത്തൻ ബെൻസുകാരൻ കറ്റ വാങ്ങിച്ചെന്നാണ് പറയുന്നത്. ഓനോൻ്റെ ഭാര്യനെ പറ്റിയിട്ട് പറയാത്ത അപരാധങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാ അപരാധങ്ങളും ഓ യൂട്യൂബിലൊന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒത്തോന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്കൊരു വീഡിയോ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം പിറ്റേ ദിവസം നോക്കുമ്പോഴേക്ക് പുതിയൊരു കാറ് കിടക്കുന്നത്. ആ കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവർക്ക് കുറച്ച് വ്യൂസ് കിട്ടും. ആ വ്യൂസിൻ്റെ അകത്ത് കുറച്ച് പൈസ കിട്ടും. അങ്ങനെ പോയിട്ട് കാറ് മേടിക്കുക. കുടുംബകലം ഉണ്ടാക്കുന്നില്ലേ? സ്വന്തം തന്തേനെ തല്ലിയിട്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനധികം പറയുന്നു. ഇതിനിടയ്ക്ക് ഒരു പുള്ളിക്കാരി വ്യൂസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ഇതറിയാം, തന്തേനെ കൊണ്ടുവന്നിട്ട് പാർസൽ ചെയ്യാൻ നോക്കുന്നു. ചാക്ക് കെട്ടി നോക്കുമ്പോഴേക്ക് ഭയങ്കര ഭാരം. അവിടെയുള്ള ഒരുത്തൻ ചോദിച്ചു, അല്ല ചേച്ചി ഇതെന്താന്ന്? ഇതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പാർസൽ ചെയ്യുന്ന ഈ തന്തേന. അവർ വിചാരിച്ചത് വല്ല മൃതദേഹം കാറ്റാണെന്നാണ്. അങ്ങനെ ചാക്ക് അയച്ചു നോക്കുമ്പോഴേക്ക് ഇയാൾ പയറ് പണി പോലെ എണീച്ച് നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പാർസൽ ചെയ്യുന്നതാന്ന്. അപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇവരിത് ചെയ്യുന്നത്. സംഭവം എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ റീലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ അങ്ങ് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയുന്നില്ല. ഇന്ന് മൊത്തം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയാണ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ. അതായത് ഞാൻ 4ാമതും ഗർഭിണിയായി, അതുപോലെ തന്നെ 5ാം വിവാഹവും മുഞ്ചി, അതുപോലെ ഇങ്ങനെയാണ് എൻ്റെ. ഇനി ആരെങ്കിലും വിളിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. അതായത് ഇനി ഏതെങ്കിലും ഒരുത്തൻ ഏതാ ഫ്രീ ഉണ്ടേ ഞാൻ എന്ന് കരുതിയിട്ട് പറയുന്നതാണോ എന്നും അറിയില്ല. ഇനി ആരെങ്കിലും എന്നെ വീണ്ടും കെട്ടിക്കൊള്ളണേ എന്ന് പറയുന്നതാണെന്നും അറിയില്ല. അങ്ങനെയാണ്. ആദ്യം പാവപ്പെട്ട രീതിയിൽ ഇത് ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് പൈസ ഉണ്ടാക്കും. പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ സെറ്റപ്പിലേക്ക് മാറും. പിന്നെ ആ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കാണാൻ കഴിയാത്ത സെറ്റപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ ഒരു കാര്യം ചെയ്യണം. ഈ കുഞ്ഞു മക്കളെല്ലാം ഉണ്ടെങ്കിൽ അതിറ്റങ്ങളെയല്ലെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിലും തോന്നിവാസം കാണിച്ചോ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാളെ വെളിയിലിറങ്ങി നടക്കാൻ കഴിയില്ലായിരുന്നു. ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയാം, ഇവരെ പോലെയുള്ള ഇവരൊക്കെ ഇങ്ങനെയുള്ള ടീമുകൾ വളർത്തിയ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിലാണ് പോകാമെന്ന് പറയാൻ പറ്റൂല. അത്രയും നാണം കിട്ട് അവർ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഏതായാലും നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് കളാം. എൻ്റെ ചാനലൊന്ന് അങ്ങോട്ട് കയറിക്കോട്ടെ. ബൈ ബൈ.